ചെറുവയപ്പ് വിജ്ഞാനദായിനി LP സ്കൂളിൽ 30-ാം തീയതി വ്യാഴാഴ്ച കുടുംബസംഗമം നടത്തി. ശ്രീ ആൻസൺ കുറുപ്പത്തുരുത്ത് ക്ലാസ് നയിച്ചു. മാതൃസംഘം ചെയർപേഴ്സൺ ശ്രീമതി സുജീന്ദ്ര സുജീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ശ്രീ M മനു സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ ശ്രീ PN സുരേഷ്, വാർഡ് മെമ്പർമാരായ ശ്രീമതി സവിത അരോഷ്, ശ്രീമതി നിസരി സുകേഷ്, PTA പ്രസിഡന്റ് ശ്രീമതി ഫിൻസി ജോൺസൺ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു. കുട്ടിയുടെ 3 കഴിവുകൾ പഠനവുമായിട്ട് ബന്ധമില്ലാത്ത, മീൻസ് നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് എഴുതും, അങ്ങനെയല്ല, മറ്റു കഴിവുകളുണ്ടല്ലോ, മികവുകൾ, ക്രിയേറ്റിവിറ്റി. അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, പുഞ്ചിരിക്കും, അവൻ പാടും, ആടും, ഡാൻസ് കളിക്കും, എന്തായിക്കോട്ടെ. പഠനവുമായിട്ട് അത്ര ബന്ധമില്ലാത്ത 3 കഴിവുകൾ എനിക്കറിയാം. 3 കഴിവുകളും 3 അവനിൽ നിന്ന് മാറ്റേണ്ട ശീലങ്ങളും എനിക്കറിയാം. ചിലപ്പോ കുറെ സമയം കിടന്ന് ഉറങ്ങും, മൊബൈലിൽ കളിക്കും. മാറ്റേണ്ട ശീലങ്ങൾ 3 എനിക്കറിയാം. വളർത്തേണ്ട 3 ഗുണങ്ങളും എനിക്കറിയാം. ഓക്കെ, എത്ര ചോദ്യമായി? 4 ചോദ്യം. 5ാമത്തെ ചോദ്യം, എന്റെ കുട്ടിക്ക് കൃത്യമായി പഠിക്കാൻ ഒരു ഇടം എന്റെ വീട്ടിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ രൂപ ടീച്ചറൊക്കെ നോട്ട് ബുക്ക് വെക്കുമ്പോൾ അതിൽ മീനിന്റെ മുള്ളൊക്കെ കിട്ടും ചിലപ്പോ, അല്ലെ? തലേദിവസത്തെ കറിയൊക്കെ എന്താണെന്നൊക്കെ അറിയാം, മഞ്ഞപ്പൊടി ഉണ്ടാവും, അല്ലെ? പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിർബന്ധമില്ല, പക്ഷെ അതിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ കുട്ടിക്ക് സ്ഥിരമായിട്ട് പഠിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഇടം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, 5 ചോദ്യം കഴിഞ്ഞ്. 6ാമത്തെ ചോദ്യം, ഒരു നേട്ടവുമായിട്ട് എന്റെ കുട്ടി എന്റെ വീട്ടിലേക്ക് വരുമ്പോ അർഹിക്കുന്ന രീതിയിലുള്ള പ്രോത്സാഹനം ഞാൻ നൽകാറുണ്ട്. കൊള്ളാം, എടുക്കാൻ എന്തെങ്കിലും ചേർത്ത് പിടിക്കുകയോ മിഠായി എടുക്കുകയോ കൊള്ളാം എന്ന് പറയുകയോ ചെയ്യാറുണ്ട്. നേട്ടവുമായിട്ട് അമ്മയെ വെരി ഗുഡ് കിട്ടി, അവിടെ കൊണ്ട് വെച്ചോ എന്ന് പറയാതെ വെരി ഗുഡ് കിട്ടി, സ്റ്റാർ കിട്ടി, എന്റെ സാറൊന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുമ്പോ ആ കൊള്ളാം എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു ഞാൻ കാണിക്കാറുണ്ട്. അർഹിക്കുന്ന പ്രോത്സാഹനം ഞാൻ നൽകാറുണ്ട്. ക്ലിയർ? 7ാമത്തെ ചോദ്യം, വീട്ടിലൊരു തീരുമാനം എടുക്കുമ്പോ കുഞ്ഞെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണെങ്കിൽ, അതായത് അവനും കൂടി അറിയാവുന്ന കാര്യത്തെ കുറിച്ചുള്ള തീരുമാനമാണെങ്കിൽ അവനോട് ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട്. വീട് വെക്കാനായിട്ട്, വീട് വെക്കുമ്പോൾ എങ്ങനത്തെ വീട് വെക്കണം, 2 നില വീട് വെക്കണം, കാർ ഓടിക്കുന്ന നിറത്തിലുള്ള കാർ ഓടിക്കണം, ചൊമ്പ കാർ ഓടിക്കണം എന്ന് അവൻ പറയും ചിലപ്പോ, അല്ലെ? എന്തായിക്കോട്ടെ, കുട്ടിയോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ക്ലിയർ? 7ാമത്തെ ചോദ്യം, എത്ര ചോദ്യമായി? 8ാമത്തെ ചോദ്യം അല്ലെ? 7, 8. ഓക്കെ, എന്റെ കുട്ടി, 8ാമത്തെ ചോദ്യം അല്ലെ? മറ്റു കുട്ടികളുടെ നേട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തി എന്റെ കുഞ്ഞിന്റെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രക്ഷിതാവാണ് ഞാൻ. അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക, അവന് മാർക്കുണ്ട്, ഇവന് മാർക്കുണ്ട്, അവളെ ഇങ്ങനെ മറ്റു കുട്ടികളുടെ നേട്ടങ്ങളുമായി ബന്ധപ്പെടുത്തി എന്റെ കുട്ടിയെ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട്, താരതമ്യത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് മുറിപ്പെടുത്താത്ത രക്ഷിതാവാണ് ഞാൻ. താരതമ്യം ചെയ്യാം, പക്ഷെ അത് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്റെ മകനെ മുറിവേൽപ്പിക്കാത്ത രക്ഷിതാവാണ് ഞാൻ. ഓക്കെ, 9ാമത്തെ ചോദ്യം, എന്റെ കുഞ്ഞിന്റെ സ്ക്രീൻ ടൈം എനിക്കറിയാം ഏകദേശം. എന്നുവെച്ചാൽ എന്റെ കുഞ്ഞ് TV, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ ഏകദേശം ഈ പ്രായത്തിൽ അവൻ എത്രത്തോളം സമയമാണ് അത് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന്റെ സ്ക്രീൻ ടൈം എനിക്ക് ഏകദേശ ധാരണ എനിക്കുണ്ട്. ഓക്കെ, മനസ്സിലായി? സ്ക്രീൻ ടൈം മനസ്സിലായല്ലേ? നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, 10ാമത്തെ ചോദ്യം, കുഞ്ഞു ചുമതലകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു രക്ഷിതാവാണ് ഞാൻ. ഒരു പാത്രമെങ്കിലും കഴുകാനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. കുഞ്ഞു ചുമതലകൾ എന്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്, ചെറിയ ഡ്യൂട്ടീസ്. ഓക്കെ, 10 ചോദ്യം കഴിഞ്ഞു. 10 മാർക്കായി. 10ൽ 10 കിട്ടിയ ഒരാളുകളുണ്ടോ? ആയി, രക്ഷപ്പെട്ടു. അവൻ നോക്കുമ്പോ ഈ JCB സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ JCB ഓടിക്കുന്ന അല്ലെങ്കിൽ JCBയുടെ ഓപ്പറേറ്റർ അദ്ദേഹം വന്ന്, അദ്ദേഹം എന്താ പറയാ, സാധാരണ തലയൊക്കെ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ആൾക്കാരൊക്കെ. അയാളെന്ത് ചെയ്യും, ഈ തെങ്ങൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കി വലിച്ചു മാറ്റുന്നു, കെട്ടിടമൊക്കെ ഇടിച്ച് തകർക്കുന്നു. നോക്കുമ്പോ അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിമാനായ ഒരു മനുഷ്യനായിട്ട് ചിലപ്പോ തോന്നിയേക്കാം, അല്ലെ? വിമാനം ഓടിക്കുന്ന ആളാണെന്ന് ചിലപ്പോ പറയും. കാരണം എന്താണ്, അവന്റെ കൈ എത്തിപ്പിടിക്കാവുന്നതിൽ അപ്പുറം എന്തുണ്ട്, പറന്നു പോകുന്ന, അവൻ അത്ഭുതത്തോടെ കാണുന്ന
പലതും അവന്റെ സ്വപ്നമായിട്ട് മാറിയേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് തിരുത്തരുത് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് തിരുത്തരുത് എന്ന് പറയുന്നത് വ്യക്തമായ താല്പര്യങ്ങളോടെയാണ് അവർ വരുന്നതെന്നും അവരുടെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള പയ്യൻ അവരുടെ മക്കളാകണമെന്നില്ല, സ്മാർട്ട് ആയിട്ടുള്ള ഒരു പയ്യൻ അവിടെ ഉണ്ടാകും. ആ പയ്യൻ ഇന്ന സ്കൂളിലേക്ക് വരികയും അവന്റെ സ്മാർട്ട്നെസ് കണ്ടിട്ട് മറ്റു കൂട്ടുകാർ അവന്റെ കൂട്ടത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ഉച്ച സമയത്ത് 4 മണിക്കൊക്കെ 4:30 ബസ്സെങ്കിൽ 4 മണിക്കും 4:30ക്കും ഇടയ്ക്ക് പോയി വരാവുന്ന സ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയും അത് ഏതെങ്കിലും നേതൃത്വത്തിൽ മനോജ് പറഞ്ഞ പോലെ ഏതെങ്കിലും കാടോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും അവിടെ ചെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ കടന്നു വരികയും അതിൽ ഒരു ഏജന്റ് ആയിട്ടായിരിക്കാം വരുന്നത്, കരിയർ ആയിട്ടായിരിക്കാം, പല രീതിയിൽ ലഹരിയുടെ കരിയേഴ്സ് ആയിട്ടും ചിലപ്പോൾ മാറുന്നു. അങ്ങനെ കൂട്ടുകാരെ അറിയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. അത് ഇവിടെ തന്നെ തുടങ്ങുന്നത് ഏറ്റവും നല്ലതാണ് കൊച്ചുകുട്ടികളിൽ നിന്ന്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കമ്പാരിസനെ കുറിച്ച് പറഞ്ഞത് അല്ലെ, താരതമ്യത്തെ കുറിച്ച് പറഞ്ഞത്. എന്റെ ലൈഫില് എന്റെ അമ്മ എന്നോട് ഈ ഞങ്ങളുടെ വീട്ടില് 5 ആൺമക്കളാണ്, അല്ല 4 ആൺമക്കളും ഒരു പെൺകുട്ടിയാ, 5 മക്കളാ. 5 മക്കളില് ഏറ്റവും ഇളയതാണ് ഞാൻ. എനിക്ക് 3 ചേട്ടന്മാരുണ്ട്. ഞങ്ങൾ 4 ആണുങ്ങൾ ഒരുമിച്ച് കിടക്കുള്ളൂ. 2 പായയില് അല്ലെ ഒരു കീടി പുറപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചൊക്കെ വാങ്ങിച്ച് കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലാണ് ഞാൻ കിടന്നത്. വീട്ടിലൊന്നും കരണ്ടൊന്നും ഉണ്ടായില്ല. അപ്പോ രാത്രി കിടന്നിട്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോ അമ്മയുടെ മുറ്റമടിക്കുന്ന ശബ്ദം കേൾക്കാനായിട്ട് ഓക്കെ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അമ്മ ഞങ്ങളിങ്ങനെ എഴുന്നേറ്റ് നോക്കും. അപ്പൊ നമ്മുടെ കുറച്ചുകൂടി ഉണ്ടല്ല, അമ്മ മുറ്റടിച്ചിട്ട് അടുക്കളയിൽ കയറി ഭക്ഷണം വിളമ്പിച്ചതിന് ശേഷം എഴുന്നേറ്റാൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോകും. അപ്പൊ ഇടയ്ക്കെങ്കിലും അമ്മ ജനാലയിലൂടെ ഇങ്ങനെ എത്തി നോക്കും. എന്റെ അമ്മ അടുത്ത വീട്ടിലേക്ക് നോക്കും. അവിടെ എന്റെ പ്രായമുള്ള ഒരുത്തൻ പാത്രം കഴുകുന്നുണ്ടാവും. അതിന്റെ പേര് ജിബി എന്നാണ്. അത് ജിബി പാത്രം കഴുകുന്നുണ്ടാവും. അമ്മ ഇടയ്ക്കെങ്കിലും പറയാം ജിബിയെ കണ്ടുപിടിക്കും, ജിബിയെ കണ്ടുപിടിക്കും, ജിബിയെ കണ്ടുപിടിക്കും. ജിബിക്ക് ഒറ്റ കുഴപ്പമുള്ളൂ, ജിബി രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കും, ജിബി പാത്രം കഴുകി കൊടുക്കും, ജിബി അമ്മയെ പല കാര്യങ്ങൾക്കും സഹായിക്കും. അങ്ങനെ എപ്പോഴും ജിബി 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് എന്റെ ചെവിയിൽ എപ്പോഴെങ്കിലും പണിയും. അവനെ കണ്ടുപിടിക്കും, ജോർജിന്റെ ഭാഗ്യം, മിലോയുടെ ഭാഗ്യം, ഇങ്ങനെ പറഞ്ഞ് ജിബി എന്ന വ്യക്തിയോട് എനിക്ക് ഭയങ്കര കലിപ്പായി. അങ്ങനെ എന്റെ ഉള്ളിൽ മുറിവായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഞാനൊരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിനായപ്പോ ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛൻ ധ്യാനത്തിനിടയിൽ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛ എന്റെ അമ്മ എപ്പോഴും ജിബിയെ കുറിച്ച് ഇങ്ങനെ പറയും, എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, മോനെ നീ ആരുടെ മോനാ? ഞാൻ ജോസഫിന്റെ മോനാ. ജിബി ആരുടെ മോനാ? ജോർജിന്റെ മോനാ. അതാണ് പ്രശ്നം. അപ്പോ നീ നിന്റെ അമ്മയോട് ഇത് പറഞ്ഞ എന്ത് അമ്മ ഇനി നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയണം ജിബി ജോർജിന്റെ മോനാണ്, ഞാൻ ജോസഫിന്റെ മോനാണ്. അപ്പോ അങ്ങനെയാണ്, അതങ്ങനെ വരികയുള്ളൂ എന്നുള്ള രീതിയിൽ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ ഡയലോഗ് സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു ഷാജി കൈലാസ് ഡയലോഗ് കൊടുത്ത പോലെ ഇത് പറയാൻ വേണ്ടി പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ മുന്നിലൂടെയൊക്കെ നടന്നിട്ട് അമ്മ ഇത് ചോദിക്കുന്നില്ല, അമ്മ പിന്നെ ചോദിക്കുന്നുണ്ട്, പിന്നെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നില്ല. ഞാൻ ആകെ ഡയലോഗ് പിടിച്ച് നടക്കാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു, +2 ആയി ഞാൻ. ആ സമയത്ത് എന്റെ അപ്പച്ചൻ മരിച്ചു. +1 എന്റെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പച്ചൻ മരിച്ചപ്പോ ഞാൻ കരഞ്ഞില്ല. മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞു. ഞാൻ സ്ലോ ആവർത്തി. കാരണം അപ്പച്ചൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാ ഞാൻ. കാരണം അപ്പൻ അത്രക്ക് വേദന അനുഭവിച്ച് ക്യാൻസർ ഒക്കെ ആയിരുന്നു. അപ്പൊ ആകെ പൊട്ടി തകർന്ന് ആകെ ആവശ്യമായി കിടക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് മരിച്ചപ്പോ ഞാൻ കരഞ്ഞില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പന്റെ കട്ടിലിൽ കിടന്ന് അപ്പന്റെ പുതപ്പൊക്കെ ഇങ്ങനെ അമർത്തി പിടിച്ചപ്പോ ചെറിയൊരു വിഷമം. ആ സമയത്ത് എന്റെ അമ്മ എന്തോ പറഞ്ഞിട്ട് ഈ ഒരു ഡയലോഗ് കൊടുത്തു, അപ്പുറത്തെ ജിബിനെ കണ്ടു പഠിക്കും, ഇവിടെ ഉണ്ട് 4 എണ്ണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാൻ പറയുമ്പോ ഞാൻ ചാടി ചെയ്തിട്ട് ജിബി ജോർജിന്റെ മോനാ, ഞാൻ ജോസഫിന്റെ മോനാന്ന് പറഞ്ഞു. അമ്മ ചെവി പൊട്ടിച്ചോറും തന്നിട്ട് പറഞ്ഞ് ചത്തുപോയി അപ്പനെ കുറ്റം പറയുന്നോളാന്ന് വെച്ചു. അപ്പോഴാണ് എന്ത് വന്നത്, ഞാൻ എന്റെ അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചു. അച്ഛ കൊള്ളായിരുന്നു. ഏതൊരു മറ്റേ അച്ഛനാ, പള്ളിയിലെ അച്ഛനാ ധ്യാനിപ്പിച്ച അച്ഛനാണ്. അച്ഛന്റെ ഉത്തരം കറക്റ്റ് ആയിരുന്നു. കാരണം എന്താണ് കിട്ടിയ ഉത്തരം, സമയം ഉത്തരം ശരിയായിരുന്നു, പറഞ്ഞ സാഹചര്യം ശരിയായിരുന്നില്ല. ഭർത്താവ് മരിച്ച വേദനയിൽ നിൽക്കുന്ന അമ്മയോട് ഞാൻ പറയണം, ആ ഭർത്താവിന്റെ കുറ്റം പറയണം. ഏതായാലും ആ അപ്പനും അമ്മയും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ നിൽക്കുന്നത്. കമ്പാരിസൺ നമ്മുടെ VDS സ്കൂളിൽ നമ്മൾ 2001 മുതൽ 2020
15 വരെ എല്ലാ വർഷങ്ങളിലും കുടുംബ സംഗമങ്ങൾ നടത്താറുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, പാഠ്യ വിഷയങ്ങൾ മാത്രം കുട്ടികൾ പഠിച്ചു പോയാൽ പോരാ. നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കണം, ഒരു നല്ല പാരൻറ്റിങ് പൊതുവെ നമ്മുടെ രക്ഷകർത്താക്കൾ കിട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് വെച്ചാണ് നമ്മൾ 2001 മുതൽ തന്നെ രക്ഷകർത്താക്കൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പം ഇന്ന് 30-ാം തീയതി രക്തസാക്ഷി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബ സംഗമം ഇവിടെ നടക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ KS കട്ടിയം, നമ്മുടെ ബഹുമാന്യായ കുഴിപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ അവരുകളായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ PN സുരേഷും, അതുകൂടാതെ നമ്മുടെ അധ്യക്ഷയായിട്ട് മാതൃസംഘം ചെയർപേഴ്സണായിട്ടുള്ള സുചീന്ദ്ര സുധീറും, നമ്മുടെ വാർഡ് മെമ്പർമാരായിട്ടുള്ള സവിത രോഷൻ, നിസരി എന്നിവരൊക്കെ പങ്കെടുക്കുകയുണ്ടായി. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ഒരു നല്ല പാരൻറ്റിങ് എങ്ങനെയായിരിക്കണം, കുട്ടികളെ സമൂഹത്തിൽ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് രക്ഷകർത്താക്കൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് ഇന്ത്യ ബുക്സ് അവാർഡ് നേടിയ ഏകദേശം 3700 ദിനങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ശുഭദിനങ്ങളും അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത വോയിസുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന മോട്ടിവേറ്ററായിട്ടുള്ള ചവിട്ട് നാടക കലാകാരനായിട്ടുള്ള ശ്രീ ആൻസൺ കുറുമ്പത്തുരുത്താണ് ഇന്ന് ഇവിടെ ക്ലാസ് നയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു പങ്കാളിത്തം നമുക്കുണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് വരുന്ന തലമുറയെ നല്ല രീതിയിൽ നമ്മുടെ വളർത്തിയെടുക്കാനായിട്ട് രക്ഷകർത്താക്കൾക്ക് ഉതകുന്ന വിധത്തിലാണ് ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറിയപ്പ് ലാൻഡായി സഭവക VDS LPS സ്കൂളിൻ്റെ ഇപ്പോഴത്തെ മാനേജറാണ്. ഞാൻ ചാർജ് എടുത്തിട്ട് 2 മാസമായിട്ടുള്ളൂ. ഈ സ്കൂളിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് 96 വർഷമായി ഈ സ്കൂളിൽ. അപ്പോൾ ഈ സ്കൂളിൽ 2001 മുതൽ മാതൃസംഗമം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്താറുണ്ട്. ഇതിനകത്ത് വന്ന് ക്ലാസ് എടുക്കുന്നത് പ്രമുഖരായ അധ്യാപകരാണ്, പ്രൊഫസർമാരും അധ്യാപകരും ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനും മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്മാറ്റുന്നതിനും വേണ്ടി അമ്മമാർക്ക് കൊടുക്കുന്ന പ്രത്യേക ഒരു ക്ലാസ്സാണ്. ഇത് 2001 മുതൽ ഈ സ്കൂളിൽ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും. അതിനെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരു പിതാവാണ്, എനിക്ക് ഇതിനകത്ത് വളരെ സംതൃപ്തിയാണ് തോന്നിയത്. കാരണം ഇത് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ്. സ്കൂൾ മാനേജർ നിരക്കും ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ മനോജ് സാർ വളരെ മുൻകൈയെടുത്ത് നടത്തുന്ന പ്രോഗ്രാമാണ്. അത് വളരെ വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ സഹകരണവും സ്കൂൾ മാനേജറിൽ വന്നിട്ടുണ്ടാവും, സ്കൂൾ സഭാ കമ്മിറ്റിയിലുണ്ടാവും. ഇഷ്ടം കൊണ്ട് ഞാനും അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വരച്ച് എനിക്ക് തന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ. ഞാനും അവിടെ നിൽക്കണ എന്റെ കൊടുക്കാൻ മാത്രം കറക്റ്റാണ്, ശബ്ദം കറക്റ്റാ. ഞാൻ അതെനിക്ക് ഏറ്റവും വലിയ സമ്മാനം. കാരണം ആ കുട്ടിയെ അമ്മയൊന്ന് വഴിതിരിച്ചു വിട്ട് അവന്റെ ഇഷ്ടം, അവനെ എന്താ പറയാ ആയിരിക്കുന്ന ആ മൊബൈൽ ഫോണിന്റെ ആ ഒരു താല്പര്യം പഠനത്തോട് ബന്ധിപ്പിച്ച് കൂടുതൽ ലഹരി അവിടെയും കൊടുത്തു കഴിഞ്ഞപ്പോ അവൻ ഹാപ്പിയായി. അവന് കുറെ എന്താ സമ്മാനം കിട്ടി, മിഠായി കിട്ടി, അങ്ങനെ പോയി. ചോദ്യം ചോദിച്ചാല് വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, പഠിക്കാനൊരു ഇടമുണ്ടോ സ്വന്തമായിട്ട്. ചുമ്മാ ഉള്ളവരൊന്നും കൈവക്കി ചുമ്മാ വീട്ടില് ഞാൻ എന്റെ കൊച്ചിന് പഠിക്കാനായിട്ട് ഇടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൈതായിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം, പണ്ട് ഉറിയപ്പെട്ടി എന്ന് പറയുന്ന ആദിവാസി കോളനിയിൽ ഞാനൊരു BPO ഒക്കെ അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോയി. ഒരു 2.5 മണിക്കൂർ ജീപ്പിലൊക്കെ കയറി ട്രക്കിങ് കഴിഞ്ഞ് നടുവ് പൊടിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാ വീടുകളിലും കയറി ഇങ്ങനെ കുമ്പിട്ട് കയറണം. ചെറിയ കുടിലുകളാണ്. തല കുമ്പിട്ട് വീടിനകത്തേക്ക് ചെന്നപ്പോ ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു മൂലക്കല്, ആകെ ഒരു മുറിയുള്ളൂ, ഒറ്റ മുറിയാണ്. ഒരു മൂലക്കല് നേരെ കൊണ്ടുള്ള ഒരു ഇരിപ്പിടം പഴയ. അപ്പുറത്ത് ഏതൊരു പത്രത്തിന്റെ 2 പേജ് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. കുറച്ച് ഇലകൾ വെച്ചിരിച്ചിട്ടുണ്ട്. അവിടെ കുട്ടിയുടെ 2-3 പുസ്തകം വെച്ചിട്ടുണ്ട്.
അപ്പൊ ഞാൻ അവിടെ ചെന്ന് നിന്ന് നോക്കുന്ന സമയത്ത് ആ അമ്മ പറഞ്ഞൊരു വാചകമുണ്ട് എനിക്ക് ഈ ചോദ്യത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. കാരണം അമ്മ എന്റെ മോൻ പഠിക്കുന്ന ഇടവോണ മാഷ് എന്ന് പറഞ്ഞു. എന്റെ മോൻ പഠിക്കണ ഇടവോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിൽക്കും അതെ, നല്ല ഭംഗിയായിട്ട് വീടിന്റെ ഒറ്റമുറി വീടിന്റെ ഒരു മൂല കുഞ്ഞിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ പലപ്പോഴും പല സ്ഥലത്ത് ചെന്ന് ചോദിക്കാറുണ്ട്. വലിയ വലിയ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കും, ഭയങ്കര മ്യൂസിക് കിട്ടി ചോദിക്കും, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഇടത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവ പൊട്ടിച്ചിരിയുടെ പ്രകടനിക്കും അവിടെ ആ ഇടത്തിന്റെ ഇപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ്. അപ്പൊ അവർ ചിരിക്കും. അവർ കാരണം അവർ വിഷ്വലി അവർ കാണുകയാണ് അവിടെ ഇന്ന് ഞാൻ അതേ മൂടി തന്നെ പറയും, ഇന്നലെ ഇന്റർനെറ്റിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാവും, 2-3 ഗ്ലാസുകൾ അവിടെ ഉണ്ടാവും, പുസ്തകങ്ങൾ എവിടെയെങ്കിലും അതിനിടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾ പറയും ശരിയാണ് സാറേ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് പഠിക്കാൻ ഇടം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പല സ്ഥലങ്ങളിലായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ കുഴപ്പം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും എല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും, നോട്ട്ബുക്കിൽ. എനിക്ക് കിട്ടിയത് മീനിന്റെ മുള്ള കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോ ഇത് എന്തിന്റെ മുള്ളാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇന്നലെ കഴിച്ച അയിലക്കരയുടെ മുള്ള അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞു. അങ്ങനെ ഇടമുണ്ടായുള്ള ഗുണം എന്തായിരിക്കും? നിങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഇടം, ഈ ഇടത്തില് വളരെ സുന്ദരമായ ഇടം, ഈ പഠിക്കാനുള്ള ഇടത്തില് കുട്ടിക്കുള്ള പുസ്തകങ്ങൾ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. കുട്ടി അവിടെ പോയിരിക്കുന്നു, പഠിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നടുവേദനയൊക്കെ എടുക്കും, അവന്റെ കട്ടിലുമ കിടന്ന് പഠിച്ചോട്ടെ എവിടെ. പക്ഷെ ഈ ഒരു ഇടത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളുടെയും ഫോട്ടോയും നല്ല കളർഫുൾ ഉണ്ട്, എല്ലാ കുട്ടികളുടെയും. ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സ്റ്റാർ കൊടുക്കും, വൃത്തിക്ക് സ്റ്റാർ കൊടുക്കും, ഇരിക്കുന്ന സ്ഥലം ഭംഗിയുള്ളതാണ് ഈ സ്റ്റാർ കൊടുക്കും, യൂണിഫോം നന്നായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കും. അങ്ങനെ എല്ലാത്തിനും സ്റ്റാർ കൊടുത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ 38ഓളം സ്റ്റാർ ഇട്ടിരിക്കുന്നവരാണ് ഈ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇന്നും സ്റ്റാർ കൊടുത്തു, ഇന്ന് ഡിക്റ്റേഷൻ സ്റ്റാർ, എല്ലാത്തിനും സ്റ്റാർ കൊടുത്തപ്പോ ഈ സ്റ്റാർ കൊടുക്കുമ്പോ ഇവര് ഈ ഒരു ഏരിയ മുഴുവൻ എന്റെ ക്ലാസ് റൂം എനിക്ക് വൃത്തിയാക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. അവനവരിയ്ക്കുന്ന സ്ഥലത്ത് അവനവൻ വൃത്തിയാക്കും. അതായത് നമ്മുടെ ചെറിയ ജോലികൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കണം. ചെറിയ ജോലികൾ കൊച്ചുകുട്ടികൾ കൊടുത്താല് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. അതിന് ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളും കൊടുക്കണം. എൻ്റെ പേര് രൂപ. ഞാൻ ഈ സ്കൂളിൽ 20 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അന്നത്തെ കാലഘട്ടത്തെ രക്ഷിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തെ രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പഠനത്തിലാണെങ്കിലും മറ്റ് സാമൂഹിക കാര്യങ്ങളിലാണെങ്കിലും ഒത്തിരി ആകുലതയാണ് ഇന്നത്തെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സിലൂടെയാണ് നമുക്ക് കുട്ടികളെ നല്ലൊരു നേർവഴിയിലേക്ക് നയിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നടപ്പിലാക്കുന്ന മോട്ടിവേഷൻ ട്രെയിനിങ്ങിലൂടെയൊക്കെയാണ് നമ്മുടെ പാരൻസിനെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ നല്ല അച്ചടക്കത്തോടുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും പിന്നെന്താ മൊബൈലിൽ അഡിക്റ്റായ കുട്ടികളും വളരെ എന്താ പറയുക, നമുക്കൊട്ടും കുട്ടികളെ നല്ലൊരു സമൂഹത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ സ്കൂളിൽ മോട്ടിവേഷൻ ട്രെയിനറായിട്ട് എടുത്തിരിക്കുന്ന ശ്രീ ആൻസൺ കുറുമ്പത്തിരുത്ത്, എൻ്റെ സഹപാഠി കൂടിയാണ് അദ്ദേഹം. നല്ലൊരു ക്ലാസ്സാണ് അദ്ദേഹം നയിച്ചത്. കുട്ടികളെ, അതായത് ലഹരിക്കടിമപ്പെട്ട കുട്ടികളെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരാം, അതിലൂടെ രക്ഷിതാക്കളുടെ പങ്ക് എന്താണ്, ഇന്നത്തെ സമൂഹത്തിൻ്റെ പങ്ക് എന്താണ് എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ഈ ക്ലാസ്സിൽ പറയുകയുണ്ടായിരുന്നു. ആൻസൺ എനിക്ക് നേരത്തെ അറിയാം, എൻ്റെ ഒരു സഹപാഠിയാണ്. അന്ന് മുതലേ നല്ലൊരു ട്രെയിനറാണ്, മോട്ടിവേഷൻ ട്രെയിനർ എന്ന് നല്ല രീതിയിൽ എന്താ പറയുക, പാരൻസിനും എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് ഞങ്ങളുടെ പാരൻസിലേക്ക് എത്തും. അതുവഴി ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു അച്ചടക്കത്തോടെയുള്ള ഒരു എന്താ പറയുക സന്മാർഗ പാഠം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.